വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹാദിയ ഓൺലൈനായി കർമ്മശാസ്ത്ര ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഫിഖ്ഹ്, എന്താണ് കർമ്മശാസ്ത്ര വിഷയങ്ങൾ എന്നതിനെ സംബന്ധിച്ചൊരു ചെറിയ ആമുഖം മാത്രമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പഠിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവർക്ക് ദീനി ജ്ഞാനങ്ങൾ, ദീനിൻ്റെ അറിവുകൾ നുകരാനുള്ള അവസരം നൽകും എന്നാണ്. അവിടെ യുഫഖിഹു ഫിദ്ദീൻ, ഫിഖ്ഹ് നൽകും എന്നാണ്. ദീനിൽ ഫിഖ്ഹ് എന്ന വാക്കിനർത്ഥം തന്നെ ദീൻ പഠിക്കുക എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ സംബന്ധിച്ച് അറിവുള്ള ഒരു പണ്ഡിതൻ്റെ സ്ഥാനം പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്. മാ ഉബിദല്ലാഹു ബിശൈഇൻ അഫ്ളല മിൻ ഫിഖ്ഹിൻ ഫി ദീൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കലാണ്. വല ഫഖീഹുൻ അഷദ്ദു അല ശൈത്വാനി മിൻ അൽഫി ആബിദിൻ. 1000 ഇബാദത്ത് ചെയ്യുന്ന, അറിവില്ലാതെ ഇബാദത്ത് മാത്രം ചെയ്യുന്നവരെക്കാളും ഒരു പണ്ഡിതനാണ് പിശാചിന് ഏറ്റവും പ്രയാസമുള്ളത്. 1000 ഇബാദത്ത് ചെയ്യുന്നവരെ പഴപ്പിക്കാൻ പിശാചിന് എളുപ്പമാണ്, പക്ഷെ ഒരു ആലിമിനെ പഴപ്പിക്കാൻ പ്രയാസമാണ്. ലികുല്ലി ഷൈഇൻ ഇമാദുൻ വഇമാദു ഹാദ ദീനി അൽ ഫിഖ്ഹ്. എല്ലാറ്റിനും അതിൻ്റേതായ നെടുന്തൂണുകളുണ്ട്. ദീനിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് ഫിഖ്ഹാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉപയോഗിച്ചൊരു വാക്കാണത്. ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അല്ലെങ്കിൽ സ്വഹാബികളുടെ കാലത്ത് ഫിഖ്ഹ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഫിഖ്ഹായിട്ട് ഒരു ശാസ്ത്രമായി അറിയപ്പെട്ടിട്ടില്ല. അത് മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ കാലം മുതലാണ് അത് വെളിച്ചത്ത് വരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഈ ഹദീസ് വിവരിച്ച സ്വഹാബി തന്നെ പറയാറുണ്ട്, എനിക്ക് ദീൻ പഠിക്കാൻ വേണ്ടി 1 മണിക്കൂർ, ദീനിൻ്റെ ഫിഖ്ഹ് പഠിക്കാൻ വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുന്നതാണ് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് മഹാനായ സ്വഹാബിയുടെ റിവായത്ത് തന്നെ ഉണ്ട്. ലഅൻ അജ്ലിസ സഅതൻ ഫഅഫ്ഖഹ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഹിയ ലൈലത ഇലൽ ഗദാ. അപ്പോൾ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഹലാൽ വൽ ഹറാം. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഹലാൽ ഏതാണ്, ഹറാം ഏതാണ്, വാജിബ് ഏതാണ്, ഫർള് ഏതാണ്, സുന്നത്ത് ഏതാണ്, ഇത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഫിഖ്ഹ്. ഇസ്ലാം, ഈമാൻ, ഇങ്ങനെ 2 എണ്ണം ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം. ഇസ്ലാമിൽ 5 കാര്യങ്ങളുണ്ട്, ഈമാൻ 6 കാര്യങ്ങളുണ്ട്. ആ ഇസ്ലാമിലെ 5ഉം എന്ന് പറയുന്നത് അമലുകളാണ്, കർമ്മം ചെയ്യേണ്ടതാണ്. ഈമാനിലെ 6 എണ്ണം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. അതാണ് ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഫിഖ്ഹ് ഈമാൻ കാര്യത്തെക്കുറിച്ചല്ല, ഫിഖ്ഹ് ചർച്ച ചെയ്യുന്നത് ഇസ്ലാം കാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഷഹാദത്ത് മുതൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങിയുള്ള, അതോടൊപ്പം ഇബാദത്തുകൾ, അത് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടങ്ങൾ, വിവാഹം, തൊലാഖ്, ഇത് തുടങ്ങിയുള്ള മുആമലാത്തുകൾ, പിന്നെ ജിനായാത്തുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, മുനാക്കഹാത്ത്, ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നമുക്ക് സാധാരണക്കാരനായ ഒരാൾക്ക് ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലും ഹദീസിൽ നിന്നും ഓരോരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടെത്തുക സാധ്യമല്ല. കാരണം അത് നമ്മളത് പഠിക്കാത്തത് കൊണ്ട്, നമുക്കത് സാധ്യമാവാത്തത് കൊണ്ട്. പക്ഷേ അത് പഠിച്ച പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, നിയമങ്ങൾ പഠിച്ചെടുക്കാൻ യോഗ്യതയുള്ള ഇമാമുമാർ, അവരെയാണ് മുജ്തഹിദുകളായ ഇമാമുമാർ എന്ന് പറയാം. അവർ കണ്ടെത്തുന്ന മസ്അലകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇൽമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് ഈ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ ഫലൗലൽ ഇൽമു മാ സഅദത്ത് റിജാലു വലാ ഉരിഫൽ ഹലാലു വലൽ ഹറാമു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫിഈ തങ്ങൾ. കാരണം ഇൽമ് ഉണ്ടായതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഉന്നതങ്ങളിലേക്ക് എത്തിയത്. ഇൽമില്ലായിരുന്നെങ്കിൽ ഹലാലും ഹറാമും നമുക്കറിയാതെ പോയേനെ.
അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ് ഫുഖഹ. കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ഫഖീഹ് എന്ന് പറയാം. അതിൻ്റെ ബഹുവചനമാണ് ഫുഖഹ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഫുഖഹ, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് ആലിമീങ്ങളാണ്, അറിവുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും പഠിക്കൽ നിർബന്ധമാണ്. തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞ ഹദീസിൻ്റെയൊക്കെ വ്യാഖ്യാനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഫിഖ്ഹുണ്ടോ, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര മദ്ഹബുകൾ അതെന്താണ്, എന്തിനാണ് നമ്മളൊരു മദ്ഹബ് സ്വീകരിക്കുന്നത്, എന്താണ് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ സംഭവം നബി തങ്ങൾ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വ്യക്തമാക്കി നമുക്കൊരു കർമ്മശാസ്ത്രമുണ്ട് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് സംശയങ്ങൾ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഫിഖ്ഹ് അതിൻ്റെ ആരംഭമുണ്ട്. കാരണം സ്വഹാബിമാരുടെ ചോദ്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞിടുകയാണ്. തങ്ങൾ കൊടുക്കുന്ന ഉത്തരം വഹിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നബി തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്ന വഹീനെ ആസ്പദമാക്കി നബി തങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അന്ന് തന്നെ. അതാണ് ഫിഖ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ, അള്ളാഹു നൽകുന്ന വഹിയാണ് സുന്നത്ത്, അതായത് ഹദീസുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇജ്തിഹാദ് ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അവലംബം വഹിയാണ്, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ്. ഇപ്പോൾ ബദറിലെ യുദ്ധത്തടവുകാരായ ആളുകളെ സംബന്ധിച്ച് എന്തു ചെയ്യണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇജ്തിഹാദുണ്ട്. ആ ഇജ്തിഹാദ് നബി തങ്ങൾക്ക് അതിനേക്കാളും ഗുണകരം മറ്റൊന്നാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നബി തങ്ങൾക്ക് അതും സംബന്ധിച്ച് വഹി വരുമ്പോൾ ആ വഹി അനുസരിച്ചാണ് അവിടെ നബി തങ്ങൾ വിധി പറയുക. തങ്ങളുടെ കാലം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബിമാർ തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് ഹലാലാ നബി, എനിക്കത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് പകരം ഞാൻ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി ഓരോരോ വിഷയങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനൊക്കെ തങ്ങൾ മറുപടി കൊടുക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തങ്ങൾക്ക് അള്ളാഹു വഹി നൽകും. ആ വഹിയാണ് നബി തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉത്തരം കൊടുക്കുന്നത്. തങ്ങൾക്ക് 40 വയസ്സ് മുതൽ 63 വയസ്സിൽ തങ്ങൾ വഫാത്താകുന്നത് വരേക്കും തങ്ങൾ ചെയ്തതെല്ലാം അള്ളാഹുവിൻ്റെ വഹിയാണ്. അതൊന്നും തങ്ങൾ സ്വന്തമായിട്ട് സ്വേഷ്ടപ്രകാരം ചെയ്തതല്ല. തങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തിൻ്റെ കാലമാണ്. സ്വഹാബത്തിൻ്റെ കാലത്താണ് ഇസ്ലാമിക ലോകം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ നിയമം എന്താണ് അതിൻ്റെ കർമ്മശാസ്ത്ര നിയമം എന്ന് ആളുകൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോഴാണ് ഇജ്തിഹാദ് എന്ന് പറയുന്ന ദീനിലെ വളരെ പ്രധാനപ്പെട്ട കർമ്മശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം രൂപപ്പെടുന്നത്. അപ്പോഴാണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും ഹദീസും അതുപോലെ തന്നെ ഇജ്മാ, ഖിയാസ് എന്നൊക്കെ പറയുന്ന ദീനിൻ്റെ അവലംബ പ്രമാണങ്ങളുണ്ട്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ശരിയായ യോഗ്യതയുള്ള പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദീങ്ങളായ ഇമാമുമാരെന്ന് പറയാം. സ്വഹാബിമാരായ ആളുകൾ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. സ്വഹാബികളിൽ 4 ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവർ മുജ്തഹിദീങ്ങളായ സ്വഹാബിമാരാണ്. അതുപോലെ മുജ്തഹിദത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇജ്തിഹാദ് ചെയ്തിരുന്ന മഹദിയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുജ്തഹിദായ സ്വഹാബിയാണ്. വീണ്ടും ഒരുപാട് സ്വഹാബിമാരുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ മുജ്തഹിദീങ്ങളായ സ്വഹാബിമാരാണ്. അവരോട് ചില വിഷയങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അവർ വിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഹദീസിലോ അതിന് മറുപടിയുണ്ടോ എന്നവർ പരിശോധിച്ചു നോക്കും. അങ്ങനെ അവർക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ലഭ്യമായ അറിവനുസരിച്ച് അവർ അതിൻ്റെ നിയമം, അതിൻ്റെ മറുപടി കണ്ടെത്താൻ വേണ്ടി ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു എന്നാണ്. അങ്ങനെ സ്വഹാബികളുടെ കാലം കഴിഞ്ഞു, താബിഈങ്ങളുടെ കാലമെത്തി. താബിഈങ്ങളുടെ കാലത്ത് ജനങ്ങളുടെ ചോദ്യങ്ങൾ ഒരുപാട്. കാരണം ഇസ്ലാമിക ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ രാജ്യങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അപ്പോൾ അറേബ്യയിലുണ്ടായിരുന്ന ഒരു പരിസ്ഥിതി മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ വിഷയങ്ങളും ചോദ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ
താബിഈങ്ങളുടെ കാലം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വലിയ ഒരു ദൗത്യമുണ്ടായി. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ, ഹദീസ് ഇത് സമ്പൂർണ്ണമാണ്, ഇസ്ലാം സമ്പൂർണ്ണമാണ്. പക്ഷേ ആ സമ്പൂർണ്ണത നമുക്ക് മനസ്സിലാവുന്നത് മുജ്തഹിദീങ്ങളുടെ ഗവേഷണത്തിലൂടെയാണ്. എല്ലാറ്റിനും ഉത്തരം അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിൻ്റെ സുന്നത്തിലും ദീനിലുമുണ്ട്. പക്ഷെ അത് കണ്ടെത്താനുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാർ അത് കണ്ടെത്തുമ്പോഴാണ് അത് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദിൻ്റെ കാലഘട്ടം ഏറ്റവും കൂടുതൽ പരിശ്രമങ്ങൾ വർദ്ധിക്കുന്നത് താബിഈങ്ങളുടെ കാലത്താണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, അങ്ങനെ അന്ന് കാലങ്ങളിൽ രണ്ട് വിധത്തിലാണ് സത്യത്തിൽ ഫിഖ്ഹ് ആരംഭിക്കുന്നത്. ഒന്ന് ഹദീസിൻ്റെ ആളുകൾ, മദ്രസത്തു അഹ്ലുൽ ഹദീസ് എന്ന് പറയും, മദ്രസത്തു അഹ്ലിൽ ഹദീസ്. മറ്റൊന്ന് മദ്രസത്തു അഹ്ലിർ റഈ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനെ അഹ്ലുർ റഈ എന്ന് പറയാറുണ്ട്, അഹ്ലുർ റഈൻ്റെ മദ്ഹബ് എന്ന്. അതായത് ഹിജാസുകാർ, അറേബ്യയുടെ ചെങ്കടലിൻ്റെ ഭാഗവുമായി നിൽക്കുന്ന ആ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്ന മലനിരക്കുകൾ, ആ മലനിരക്കുകളുമായി ബന്ധപ്പെട്ട മലമടക്കുകളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെയാണ് ഹിജാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിജാസുകാർ എന്താണോ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ എന്താണോ വന്നത് അതനുസരിച്ച് മാത്രം ഫത്വ നൽകുക, അതനുസരിച്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനകളും അതിനെ സംബന്ധിച്ചുള്ള ഇജ്തിഹാദും മാത്രം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മദ്രസത്തു അഹ്ലിൽ ഹദീസ് എന്നവർ അറിയപ്പെടുന്നത്. കാരണം സ്വഹാബിമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ, ഖുലഫാ ഉർ-റാഷിദീങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സ്വഹാബിമാർ, അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ ഫത്വകൾ അവരുടെ മുമ്പിലുണ്ട്. ഒരുപാട് ഹദീസുണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹാഫിദീങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെയും ഖുലഫാ റാഷിദുകളിൽ പ്രത്യേകിച്ച് അവരുടെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും അന്ന് ലഭ്യമായ മഹത്തുക്കളുടെ ഫത്വകൾ വെച്ചുകൊണ്ടും ഹദീസ് വെച്ചുകൊണ്ടും ഫത്വ നൽകിയിരുന്ന ഒരു വിഭാഗം അത് ഹിജാസുകാരാണ്. അതിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ സാലിം മൗല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് പ്രഗത്ഭരായ ശിഷ്യന്മാർ, ഒന്ന് ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ ഫഖീഹുൽ ഫുഖഹ എന്നറിയപ്പെടുന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അഹ്ലുൽ ഹദീസിൻ്റെ ആളുകളാണെന്നാണ് പറയപ്പെടുക. അത് ഇന്നത്തെ അഹ്ലുൽ ഹദീസ് അല്ല, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നൊരു അഹ്ലുൽ ഹദീസുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മദ്രസത്തു അഹ്ലിർ റഈ എന്ന് പറയും. അത് ഇറാഖുകാരാണ്. ഇറാഖ് എന്ന് പറയുന്നത് മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ തങ്ങൾ, ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇങ്ങനെ മൂന്ന് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ. അതിൽ ഒരാളെ ബാക്കിയുള്ളൂ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അവർ മദീന. ബാക്കി മൂന്ന് ഇമാമിയങ്ങളും ജീവിതം വലിയൊരു ഭാഗം ചെലവഴിച്ച സ്ഥലമാണ് ഇറാഖ്. ഇറാഖിലാണെങ്കിലോ പേർഷ്യയിൽ നിന്ന്, അതുപോലെ തുർക്കിയിൽ നിന്ന്, അന്നത്തെ റഷ്യയിൽ മാവറ അന്നഹർ, ഇന്നത്തെ റഷ്യയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇറാഖിൽ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന നാടാണ്. ഇറാഖ് ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണെന്ന്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അതിലൊന്നും പരിഹാരം ചിലതിനൊന്നും ഹദീസിൽ നിന്ന് കാണാൻ കഴിയില്ല. ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാഖുകാർ അവർ അന്ന് ഹദീസുകൾ, നുണ പറയുന്ന ഹദീസുകളെ സംബന്ധിച്ച് കള്ളമായ ഹദീസ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു ആ ഭാഗങ്ങളിൽ. അവരൊക്കെ വളരെ കർക്കശമായും കണിശമായും നേരിട്ടിരുന്ന ആളുകളാണ് ഇറാഖിലെ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അവർ ആഴമേറിയ ഗഹനമേറിയ പഠനം നടത്തുന്ന ഒരു രീതി, ഇജ്തിഹാദിൻ്റെ ഒരു രീതി അന്നവർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവരെ അഹ്ലുർ റഈ എന്ന് പറയാം. ഒരുപക്ഷെ അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പല മസ്അലകളെയും നമ്മളൊരുപക്ഷെ ഹദീസ് കൊണ്ടോ ഖുർആൻ്റെ ആയത്ത് കൊണ്ടോ നമുക്കതിൻ്റെ ദലീൽ, അതിൻ്റെ തെളിവ് നമുക്കൊരുപക്ഷെ ബോധ്യപ്പെടില്ല. പക്ഷേ ഈ പ്രമാണങ്ങൾ, ഇതോടൊപ്പം തന്നെ ഇജ്മാ, ഖിയാസ് എന്നൊക്കെ പറയുന്ന, അതുപോലെ ഇസ്തിസ്ഹാബ്, ഇസ്തിഹ്സാൻ, റഈ സ്വഹാബ, ഇങ്ങനെയൊക്കെ ഉർഫ്, ഇങ്ങനെ ഒരുപാട് ദീനിൻ്റെ പ്രമാണങ്ങളുണ്ട്. അതൊക്കെ ആ ഒരു വിഷയം ആഴത്തിൽ പഠിക്കുമ്പോൾ അതിൻ്റെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭാഗമാണ്. ഞാൻ ഈ ചെറിയ ആമുഖത്തിൽ
അത് പറഞ്ഞ് വിഷയം സങ്കീർണമാക്കുന്നില്ല. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ പലപ്പോഴും ഇതുപോലെയുള്ള ഖിയാസും അതുപോലെ തന്നെ ഇജ്മാഉം ഇത്തരം കാര്യങ്ങളെ വളരെ കൂടുതലായി ഉപയോഗിച്ചത് കാണാൻ കഴിയും. പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ അഹ്ലുർ റഈലുണ്ട്. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഹമ്മാദ് ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം വരുന്ന ഹനഫി പണ്ഡിതന്മാർ. അബൂ ഹനീഫ തങ്ങളുടെ തന്നെ വളരെ അടുത്ത 2 ശിഷ്യന്മാരുണ്ട്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ അഷ്-ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ അഹ്ലുർ റഈൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം അതാണ് ഫിഖ്ഹിൻ്റെ ക്രോഡീകരണം നടക്കുന്നത്. അതായത് അമവി ഭരണകാലത്തിൻ്റെ അവസാന കാലം എന്ന് പറയാം. ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ട് വരെ ഫിഖ്ഹിൻ്റെ വളർച്ചയാണ്. ഈ ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ് ഫിഖ്ഹ് കർമ്മശാസ്ത്രം ക്രോഡീകരിക്കപ്പെടുന്നത്. 4 മദ്ഹബുകൾ രംഗത്ത് വരുന്നല്ല, അത് കൂടുതൽ അവലംബിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഫിഖ്ഹിൻ്റെ മദ്ഹബുകൾ ഒരുപാടുണ്ട്, 4 മദ്ഹബ് മാത്രമല്ല. ഏതെല്ലാം മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾക്ക് ശിഷ്യന്മാരും അവർക്ക് ശിഷ്യന്മാരും അങ്ങനെ ആ മദ്ഹബിനെ ആഴത്തിൽ പഠിക്കാനും അതിനെ തുടർന്നു കൊണ്ടുപോകാനും എവിടെയെല്ലാം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നോ ആ മദ്ഹബൊക്കെ പിന്നീട് വളർന്നിട്ടുണ്ട്. പക്ഷേ പല മദ്ഹബുകൾക്കും അത് ഉണ്ടായില്ല എന്നതാണ് ഖേദകരം. അങ്ങനെയാണ് 4 മദ്ഹബ് മാത്രമായത്. ഇമാം ഔസാഇയുടെ മദ്ഹബുണ്ട്, മദ്ഹബുൽ ഔസാഇ എന്നറിയപ്പെടുന്ന, പക്ഷേ അത് ഇന്ന് അറിയപ്പെടുന്ന മദ്ഹബല്ല. കാരണം അവരുടെ ശിഷ്യഗണങ്ങളിലൂടെ അത് നിലനിന്ന് പോന്നിട്ടില്ല. പക്ഷേ 4 മദ്ഹബുകൾ നമ്മൾ പറയുന്ന ഹനഫി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഈ മദ്ഹബിൻ്റെ ശിഷ്യഗണങ്ങൾ ആ മദ്ഹബിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നവരാണ്. അങ്ങനെ മദ്ഹബുകൾ നോക്കുകയാണെങ്കിൽ മദ്ഹബിലെ ആദ്യത്തെ, അതായത് മുജ്തഹിദായ ഇമാം, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുണ്ടാവുകയും വിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ട സർവ്വ യോഗ്യതകളും അതിന് ഗവേഷണം ചെയ്യാനുള്ള യോഗ്യതകളുമുള്ള മുജ്തഹിദുകളാണെന്നും മുസ്ലിം ലോകം ഇജ്മാഅായി, അതായത് ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേന സ്വീകരിച്ച മദ്ഹബുകളാണ് നമ്മൾ ഈ സാധാരണ പറയുന്ന ഈ 4 മദ്ഹബുകൾ. വേറെ മദ്ഹബ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇതുപോലെ ആയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ മദ്ഹബ് ഹനഫി മദ്ഹബാണെന്ന് പറയാം. അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 80-ലാണ് ജനിക്കുന്നത് എന്നാണ്, അതായത് ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഇബ്നു സാബിത്തുൽ കൂഫി, അവരുടെ വാപ്പയോ വല്ലിപ്പയോ അഫ്ഗാനിൽ നിന്ന് വന്നവരാണെന്നാണ്. ബഹുമാനപ്പെട്ടവർ കച്ചവടക്കാരനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. നല്ല സത്യസന്ധനായ കച്ചവടക്കാരനാണ്. അന്നൊന്നും ഇൽമു പഠിക്കാൻ ദർസിലൊന്നും പോയിട്ടില്ല. പിന്നെയാണ് ബഹുമാനപ്പെട്ടവരെ ഇൽമു പഠിക്കുന്ന വഴിയിലേക്ക് തൻ്റെ ഉസ്താദ് ഗുരുനാഥൻ കൊണ്ടുചെന്നാക്കുന്നത്. അങ്ങനെ അതിനിപുണതയുള്ള വളരെ അഗാധമായ അറിവും ജ്ഞാനവും ബുദ്ധിയും ചിന്താശേഷിയുമുള്ള ഒരു വലിയ പണ്ഡിതനായിട്ട് മഹാനവറുകൾ മാറുകയാണ്. ശിഷ്യഗണങ്ങൾ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ ഇൽമുൽ കലാം എന്ന് പറയും, അന്നൊക്കെ തർക്കശാസ്ത്രമുണ്ട്, തർക്കശാസ്ത്രം എന്ന് പറയും. അതിൽ നിന്നൊക്കെ മാറി ഫിഖ്ഹിലേക്ക് വന്നു. അങ്ങനെ ഫിഖ്ഹിൽ അഗാധമായി ജ്ഞാനം കൈവരിച്ച് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ടായി. അബൂ ഹനീഫ തങ്ങളുടെ ഒരു പ്രത്യേകത, ഏതൊരു വിഷയം വന്നാലും ബഹുമാനപ്പെട്ടവരത് ശിഷ്യഗണങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കും. അങ്ങനെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ കൂഫയിലെ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ ദർസിലുണ്ട്. അവരൊക്കെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ വിഷയങ്ങളെ ഗഹനം ചെയ്യും. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന മസ്അലകളാണ് അവരുടെ മദ്ഹബിൻ്റെ മസ്അലകളായി മാറുന്നത്. അതാണ് പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടത്. അബൂ ഹനീഫ തങ്ങൾ ചർച്ച ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ഇമാം മാലിക് തങ്ങൾ അങ്ങനെയല്ല. ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യന്മാർക്ക് ഫത്വകൾ നൽകുകയാണ് ചെയ്യുക. ശിഷ്യന്മാരുമായിട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഒരു രീതി ഇമാം മാലിക് എന്നവർക്കുണ്ടായിട്ടില്ലെന്നാണ്. അപ്പോൾ ഹനഫികൾ അവരാണ് അസ്ഹാബ് അഹ്ലുർ റഈ. അഹ്ലുർ റഈ എന്ന് പറഞ്ഞാൽ ചിന്തയിലൂടെ, ഗഹനത്തിലൂടെ, ഗവേഷണത്തിലൂടെ ദീനിൻ്റെ തെളിവുകൾ കണ്ടെത്തുന്ന മദ്ഹബുകാർ എന്നാണ് ആ വാക്കിനർത്ഥം. അവരൊക്കെ പലപ്പോഴും ഫിഖ്ഹിൻ്റെ വളരെ ചെറിയ ഫർഉകൾ എന്ന് പറയാം, ആ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്ന് ശാഖാപരമായ വിഷയങ്ങളിലൂടെ ആരംഭിച്ച് പിന്നെയാണ് അവർ ഉസൂലുകളിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ എത്തുന്നതും അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും. ഓരോ മദ്ഹബിനും ഒരു രീതി ഉണ്ടാവും.
ഇപ്പോൾ മദ്ഹബിൻ്റെ ഉസൂലുകൾ എന്ന് പറയും. ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇമാം ഷാഫി തങ്ങൾ ഖാലെന്ന് പറഞ്ഞാൽ എന്താ, ഖീലെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം, അല്ലെങ്കിൽ ഇമാം ഷാഫി തങ്ങളുടെ ചില വാക്കുകളുടെ ആശയം എന്താണ്? ഇങ്ങനെ ആ മദ്ഹബുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിക്കുന്നവർക്ക് അറിയേണ്ട ചില റുമൂസുകളുണ്ടാവും, ചില സൂചനാവാക്യങ്ങൾ. അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മദ്ഹബിന് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ ചില ഉസൂലുകളുണ്ട്. ആഹാദായ ഹദീസുകളുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ, ആഹാദും അതുപോലെ തന്നെ ഖുർആനിൻ്റെ സ്വരീഹായ ഒരു നസ്സും തമ്മിൽ എതിര് വന്നാൽ ഏതിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഇങ്ങനെ ഫുഖഹാക്കൾക്കിടയിൽ, ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അവരുടെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതിനെ നമ്മൾ ഉസൂലുകളെന്ന് പറയാം. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് ചർച്ചകളും ഫത്വകളുമായി രൂപപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഉസൂലുകൾ രൂപപ്പെട്ടത് എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചയുടെ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമൊന്നും അല്ല അത്. അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാർ, ഇപ്പോൾ മദ്ഹബ് ക്രോഡീകരിക്കുമ്പോൾ അത് ശിഷ്യന്മാർ വരും. ആ ശിഷ്യന്മാരിലൂടെയാണ് ഗുരുനാഥൻ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്നൊക്കെ പറയാം. അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 2 പ്രഗത്ഭരായ ശിഷ്യന്മാരാണ്. ഒന്ന് അബൂ യൂസുഫ് റഹിമഹുല്ലാ, അവർ ഖാദിൽ ഖുദാത്ത് എന്ന് പറയാം, അവർ ചീഫ് ജഡ്ജായിരുന്നു ഇറാഖിലെ. അത് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് അബുൽ ഹസൻ ഷൈബാനി തങ്ങൾ, ജുഫർ അബുൽ ഹുദൈൽ എന്നവർ, ഹസൻ തങ്ങൾ, ഹസൻ അബുൻ സിയാദ് എന്നാണ് അറിയപ്പെടുക. അങ്ങനെ ഇവരൊക്കെ അബൂ ഹനീഫ തങ്ങളുടെ ചില പ്രമാണങ്ങൾ അവരാണ് വിശദീകരിക്കുക. അപ്പോൾ അബൂ ഹനീഫ തങ്ങളും അബൂ യൂസുഫ് എന്നവരും എന്ന് പറഞ്ഞാൽ ഉസ്താദ് ശിഷ്യനും 2 പേർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ മദ്ഹബിൽ ഇത്തഫഖ ഷെയ്ഖാൻ എന്ന് പറയും. അബൂ യൂസുഫ് എന്നവരും അവരുടെ തന്നെ കൂട്ടുകാരനായ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയും റഹ്മത്തുള്ളാഹി അലൈഹിമ, ഇവർ 2 പേർക്കും ഒരേ അഭിപ്രായമാണ് ഇത്തഫഖ സ്വാഹിബാൻ എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തങ്ങളായ മദ്ഹബിൻ്റെ കാര്യങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാർ ജുഫർ ബിൻ ഹുദൈൽ എന്നവരും ഹസൻ എന്നവരും മുഹമ്മദ് ബിൻ ഹസൻ എന്നവരും അബൂ യൂസുഫ് എന്നവരും ഒക്കെയാണ് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് കൂടിയിരിക്കുന്നത്. ഒരു മദ്ഹബ് എന്ന് പറയുമ്പോൾ ആ മദ്ഹബിൻ്റെ സ്ഥാപകരായ ഇമാമിങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, ആ മദ്ഹബിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ആ മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളായിട്ട് വരും. ഇമാം ഷാഫി തങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന ആളാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. പക്ഷേ നമ്മുടെ മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളിൽ, മദ്ഹബിൻ്റെ പ്രാമാണികമായ അഭിപ്രായങ്ങളിൽ ഇമാം നബവി തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ മുൻഗണനയുണ്ട് നമ്മുടെ മദ്ഹബിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ഹബ് ഹനഫി മദ്ഹബാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ മദ്ഹബ് മാലിക്കി മദ്ഹബാണെന്ന് പറയാം. കാരണം മാലിക് റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 93 അവരും ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടുകാരനാണ്. ഹിജ്റ 93 ജനിച്ച് 179 179 ഹിജ്റ 179 വഫാത്തായ വലിയ ഹദീസ് പണ്ഡിതനും കർമ്മശാസ്ത്ര പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവരുടെ സ്ഥാപിച്ച മദ്ഹബാണ് മാലിക്കി മദ്ഹബ് എന്ന് പറയാം. കാരണം ദീനിൻ്റെ പ്രമാണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഈ വ്യത്യസ്തങ്ങളായ പ്രമാണങ്ങളെ കൂട്ടി യോജിപ്പിച്ച് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗവേഷണ യോഗ്യതയുള്ള പണ്ഡിതന്മാർ, അവരാണ് മുജ്തഹിദീങ്ങൾ എന്ന് പറയാം. അവരിൽ അറിയപ്പെട്ട ലോകം അംഗീകരിച്ച മുജ്തഹിദീങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ അബൂ ഹനീഫ തങ്ങളും, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിക് തങ്ങളും, ഇനി പറയാൻ പോകുന്ന ഇമാം ഷാഫി തങ്ങളും, അവരുടെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ എന്നിവരും. ഇവരൊക്കെ അവരുടെ പ്രമാണങ്ങളാണ്. അതിനെ മറികടന്നുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ ഇസ്ലാമിക ലോകത്ത് ആർക്കും കഴിയില്ല. കാരണം അവർക്ക് കിട്ടിയ അത്രത്തോളം സ്രോതസ്, ഹദീസിൻ്റെ ശേഖരം നമുക്കാർക്കും കിട്ടിയിട്ടില്ല. കാരണം ഹദീത്ത് പോലും അതിൻ്റെ ഹദീത്ത് പണ്ഡിതന്മാർ അറിയപ്പെടുന്ന ഇമാം ബുഖാരി തങ്ങൾ, മുസ്ലിം തങ്ങളൊക്കെ വരുന്നതും ഹദീത്ത് ക്രോഡീകരിക്കുന്നതൊക്കെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് ശേഷമാണ്. ഏതായിരുന്നാലും ഇമാം മാലിക് തങ്ങളിലേക്ക് വരാം. ബഹുമാനപ്പെട്ടവർ മദീനയിൽ താമസിച്ചുകൊണ്ട്, മദീനയിൽ ഒരുപാട് കാലം ചെലവഴിച്ച് അവിടെ ഫിഖ്ഹും ഹദീത്തൊക്കെ മദീനയിൽ നിന്ന് തന്നെ പഠിച്ച മഹാനാണ്. അങ്ങനെ പഠിച്ചു മദീനയിലെ 70ഓളം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇമാം മാലിക് എന്നവരോട് നിങ്ങൾ ഫത്വ കൊടുക്കാൻ യോഗ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ വേണ്ടി ഇമാം മാലിക് എന്നവർ മുന്നോട്ട് വരുന്നത്. ബഹുമാനപ്പെട്ടവർ മദീനത്തെ പള്ളിയിലാണ് ദർസ് നടത്തിയത്. ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദുൻ നബവിയിൽ. ആ കാലഘട്ടം ഒരുപാട് കാലം അവിടെ ദർസ് നടത്തിയത് കഴിഞ്ഞ് പിന്നെ വീട്ടിലായിരുന്നു ദർസ്. അങ്ങനെ അവിടുത്തെ ശിഷ്യന്മാർക്ക് ദർസ് നടത്തി, ദീൻ പഠിപ്പിച്ചു കൊടുത്തു, ഫത്വകൾ നൽകി. ബഹുമാനപ്പെട്ടവർക്ക് ഫത്വയും ചർച്ചയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ
വളരെ എന്താ പറയുക, സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇമാം മാലിക് എന്നവർ ചർച്ച ചെയ്യുള്ളൂ എന്നാണ്. അങ്ങനൊരു അഭിപ്രായമുണ്ട് മാലിക് എന്നവരെ സംബന്ധിച്ച്. അതായത് സങ്കല്പിക്കുക, ഒരാളിപ്പോൾ അങ്ങനെ വായുവിലൂടെ അങ്ങനെ നടന്നു വന്നാൽ എന്താ ചെയ്യുക എന്നൊക്കെ രീതിയിലുള്ള നമ്മൾ സാങ്കല്പികമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഇമാം മാലിക് എന്നവർ ഇഷ്ടപ്പെടില്ല. അവർ ശിഷ്യന്മാരോട് ഒരു മുനാക്കശ ചെയ്യാതെ തന്നെ അവരുടെ താഴ്മേറിയ അറിവിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഫത്വ കൊടുക്കാൻ കഴിവുള്ള പണ്ഡിതനാണ്. അന്നത്തെ 70 പണ്ഡിതന്മാർ ഇമാം മാലിക് എന്നവർക്ക് ഫത്വ കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ആ ഇമാമിൻ്റെ ആ ഒരു വിജ്ഞാനത്തിൻ്റെ ആഴം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇമാം മാലിക് എന്നവരുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് മുവത്ത. മുവത്ത എന്ന് പറയുന്നത് ഹദീസും ഫിഖ്ഹും ഒരുമിച്ച് മഹാനവറുകൾ ക്രോഡീകരിച്ച അവരുടെ ഗ്രന്ഥമാണ് മുവത്ത. മുവത്ത എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അഭിപ്രായം തന്നെ, അവരുടെ മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അമലു അഹ്ലിൽ മദീന, മദീനക്കാരെന്താണ് ചെയ്തത്. ഒരു മുത്തവാത്തിറായ ഹദീസ് പോലെയാണ് മാലിക് എന്നവർ മദീനക്കാർ എന്ത് ചെയ്തു. ഒരു വിഷയം വരുമ്പോൾ, ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ മദീനക്കാരെന്തായിരുന്നു ചെയ്തിരുന്നത്, ആ ഒരു അഭിപ്രായം വെച്ചുകൊണ്ടാണ് മാലിക് ഇമാമിൻ്റെ മദ്ഹബിൽ വലിയൊരളവോളം ഫത്വകൾ കാണാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണുകയും തങ്ങളുടെ കൂടെ ജീവിക്കുകയും ചെയ്ത ആളുകളാണ് മദീനക്കാർ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതാണ് ഏറ്റവും ശരിയാവാൻ യോഗ്യത എന്ന സ്വാഭാവികമായും ഏതൊരു മുസ്ലിമിന് മനസ്സിലാവുന്ന ഒരു ന്യായം അതിൻ്റെ പിന്നിലുണ്ട് താനും. അതാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ഗ്രന്ഥമാണ് മുവത്ത എന്ന് പറയുന്നത്. മുവത്ത അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസ് സ്വീകരിച്ചു എന്നതിന് വലിയ അടയാളമായൊരു ഗ്രന്ഥം കൂടിയാണ്. എൻ്റെ ഈ മുവത്ത അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എഴുതിയതെല്ലാം ഞാൻ വെള്ളത്തിലേക്ക് എറിയുകയാണ്. ഈ മഷിയെല്ലാം പരന്നുപോയി, എൻ്റെ കിതാബ് ഇല്ലാതായിക്കോട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ മഷി അല്പം പോലും പരക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാതെ ആ കിതാബ് ബഹുമാനപ്പെട്ടവർ വെള്ളത്തിനെടുത്തിട്ടുണ്ട്. അത് അള്ളാഹു നൽകിയ വലിയൊരു തെളിവായിരുന്നു. ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ സുഗന്ധം പൂശുകയും ഒളൂടുക്കുകയും ചെയ്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടാണ് ദർസ് നടത്തിയിരുന്നത്. 40 തവണ ഒരിക്കൽ കാലിന് തേളുകുത്തിയിട്ട് ശരീരമാസകലം നീലിമ വന്നിട്ട് പോലും ദർസ് നടത്തുന്ന ആ ഒരു ദർസ് മുറിയാതെ ദർസ് സാധാരണ കൊണ്ടുപോകുന്ന സമയം മുഴുവനെടുത്ത് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ടവർ മരുന്ന് വെക്കാനും ആ മുറിവ് നോക്കാനും തുനിഞ്ഞത്. അത്രക്കുമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനവും ഹദീസിനോടും ദീനിനോടും ഖുർആനിനോടും ബഹുമാനമുണ്ടായിരുന്ന മഹാൻ മദീന വിട്ട് മറ്റെവിടെയും യാത്ര പോകാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അവസാന കാലഘട്ടം മദീനയിൽ തന്നെ വഫാത്താവുകയും നിർബന്ധമായ ഒരു ഹജ്ജിന് വേണ്ടി മദീന പുറത്തു പോയിട്ടുള്ളൂ. ബാക്കി കാലം മുഴുവൻ മദീനയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് കൂടിയാണ് ഇമാം മാലിക് എന്നവർ. ആ വലിയൊരു മഹാനാണ് മാലിക്കി മദ്ഹബ് ക്രോഡീകരിച്ചത്. ആ മദ്ഹബിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഇന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള മദ്ഹബാണ് മാലിക്കി മദ്ഹബ്. ഒരുപാട് ആളുകൾ മാലിക്കി മദ്ഹബ് പിന്തുടരുന്നത് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് 2 മദ്ഹബ് കൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ ചർച്ച നീണ്ടുപോകുകയാണെന്ന് ഞാൻ അല്പം കൂടെ ചുരുക്കുകയാണ്. ഇമാം ഷാഫി തങ്ങളും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ 2 പേരെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പ്രധാനപ്പെട്ട ആദ്യത്തെ 2 മദ്ഹബുകൾ, ഒന്ന് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ്, മറ്റൊന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അത് കഴിഞ്ഞാൽ 3ാമത്തെ മദ്ഹബാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മദ്ഹബ്. അതായത് ഷാഫിഈ എന്ന് പറയാൻ കാരണം ആ മദ്ഹബിൻ്റെ പ്രഗത്ഭരായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 150 ജനിച്ച മഹാനാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല. അതായത് അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ വർഷമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിച്ചത് എന്നർത്ഥം. അബൂ ഹനീഫ തങ്ങൾ വഫാത്തായത് ഹിജറ 150 അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ വർഷം ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നുള്ളൂ. ഹിജറ 150 മുതൽ 204 വരെ 54 വയസ്സ് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നത്തെ ഫലസ്തീനിലെ ഗസ, നമ്മുടെ മലയാളത്തിലൊക്കെ ഗാസ എന്ന് പറയുന്ന ഗസയിൽ ജനിച്ച മഹാനാണ്. ചെറുപ്പകാലം യതീമായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയാണ് അവരെ വളർത്തിയത്. ഗസയിൽ നിന്ന് 2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ
കുഞ്ഞിനെയും കൊണ്ട് ഉമ്മ മക്കയിലേക്ക് യാത്ര ചെയ്തു വന്നു. മക്കയിലാണ് ഇമാം ഷാഫി തങ്ങൾ വളരുന്നത്. മക്കയിലെ പ്രഗത്ഭരായ മുഫ്തിമാർ, ഇവിടുത്തെ അന്നത്തെ ആലിമീങ്ങൾക്ക് അങ്ങനെ പറയാം, മുഫ്തിമാരാണ്. മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ, അവരുടെ കീഴിലാണ് ഇമാം ഷാഫി തങ്ങൾ പഠിച്ചത്. ചെറിയ പ്രായത്തിൽ 10-15 വയസ്സ് താഴെ പ്രായമുള്ളപ്പോൾ തന്നെ അല്ലാമ സഞ്ചി തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഫത്വ കൊടുക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇമാം ഷാഫി തങ്ങളെ സംബന്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇമാം സഞ്ചി തങ്ങളിൽ നിന്ന് ഇൽമ പഠിച്ച് പിന്നെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് എന്നവരുടെ കൂടെ, മാലിക് ഇമാമിൻ്റെ കൂടെ പഠിക്കുകയും മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ ചെന്ന് ചേരുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാനപ്പെട്ട ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇമാം മാലിക് തങ്ങൾ തന്നെയാണ്. ഇമാം മാലിക് എന്നവരിൽ നിന്ന് മുഅത്ത മുഴുവൻ പഠിച്ചു. മുഅത്ത ഓതി കേൾപ്പിച്ചു ഷെയ്ഖിനെ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നവരെ ഇമാം ഷാഫി തങ്ങൾ മദീനയിലായിരുന്നു എന്നാണ്. വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ടവർ മദീനയിൽ നിന്ന് യമനിലേക്ക് പോയിട്ടുണ്ട്. യമനിലാണ് ഉമ്മയുടെ കുടുംബക്കാരൊക്കെ ഉള്ളത്. അവിടെ ഇമാം ഔസാഇയുടെ പ്രഗത്ഭനായൊരു ശിഷ്യൻ, അവരുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ആ ശിഷ്യൻ്റെ അടുത്തു നിന്നാണ് ഇമാം ഷാഫി തങ്ങൾ വീണ്ടും കിതാബ് ഓതിയിട്ടുണ്ട് യമനിൽ വെച്ചിട്ട്. അവിടുന്ന് പിന്നെ മക്കയിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ ഒരുപാട് ദർസും ഫത്വയൊക്കെ ആയിട്ട് മക്കയിൽ ഒരു 10 വർഷത്തോളം പിന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബഗ്ദാദിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഹിജറ 195, അതായത് വഫാത്താകുന്നതിൻ്റെ 9 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിലേക്ക് പോയി. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം ബഗ്ദാദിൽ നിന്ന് 2 വർഷം കഴിഞ്ഞ് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബഗ്ദാദിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവസാന കാലഘട്ടം മിസ്റിലായിരുന്നു. ഇമാം ഷാഫി തങ്ങളുടെ മഖാമ് കിടക്കുന്നത് മിസ്റിലാണ്, ഖൈറോവിലാണ്. നമുക്ക് പോയി സന്ദർശിക്കാൻ കഴിയും ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അവസാന കാലഘട്ടം ഈജിപ്തിലാണ്, അതായത് ഹിജറയുടെ 2-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹിജറ 204 ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ മഖാം ഖൈറോവിൽ ആണ്. ഒരു വളരെ തിരക്കേറിയ ഒരു തെരുവിലാണ്. അവിടെ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് വക്കീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമ് കാണാം. ആ മഖാമിൻ്റെ മുമ്പിലൂടെ, അത് ഖബർസ്ഥാൻ്റെ ഭാഗമാണ്, അതിലൂടെ നടന്ന് മുമ്പോട്ട് പോയാലാണ് ഇമാം ഷാഫി തങ്ങളുടെ മഖാമിലേക്ക് എത്തുക. വക്കീ ഇബ്നുൽ ജറാഹ് ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ദി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഖാല അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി എന്ന വലിയ പ്രശസ്തമായ കവിതയുണ്ട് ഇമാം ഷാഫി തങ്ങളുടെ. വിദ്യാർത്ഥികളും മുതഅല്ലിമീങ്ങൾക്കൊക്കെ എപ്പോഴും ചൊല്ലുന്ന അറിയുന്ന വരികളാണത്. എൻ്റെ ഉസ്താദ് വക്കീ എന്നവരോട് എൻ്റെ ഓർമ്മക്കുറവിനെ സംബന്ധിച്ച് ഞാൻ പരാതി പറഞ്ഞു. അപ്പോൾ വക്കീ എന്നവർ പറഞ്ഞു, മോനെ തെറ്റ് ചെയ്യരുത്, തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർമ്മക്കുറവുണ്ടാവും. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇൽമ്, അറിവ് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശമാണ്. ആ പ്രകാശം തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകില്ല മോനെ എന്ന് എന്നോട് വക്കീ എന്നവർ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇമാം വക്കീ എന്നവർ, വക്കീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി തങ്ങളുടെ മഖാമിൻ്റെ അടുത്ത് തന്നെയാണ്. വക്കീ എന്നവരുടെ മഖാമിനോട് സലാം പറഞ്ഞിങ്ങനെ മുമ്പോട്ട് നടന്നാലാണ് ഇമാം ഷാഫി തങ്ങളുടെ മഖാമിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും അതാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി തങ്ങളുടെ അൽ ഹുജ്ജയുണ്ട്. ആ കിതാബിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഖദീമായ അഭിപ്രായങ്ങൾ എന്ന് പറയും. ഇമാം ഷാഫി തങ്ങൾക്ക് ഖദീമും ജദീദുമായ അഭിപ്രായങ്ങളുണ്ട്, പഴയതും പുതിയതും എന്ന് പറയും. ഇവരൊക്കെ മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ്. അവരുടെ ചില ഗവേഷണങ്ങൾ, അതിൽ പുതിയ പുതിയ ദലീലുകൾ അവർ കണ്ടെത്തുമ്പോൾ ആ ദലീലനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാറാറുണ്ട്. ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ ജദീദായ അഭിപ്രായങ്ങളാണ്, പുതിയ അഭിപ്രായങ്ങളാണെന്ന് പറയാം. കാരണം അവിടുത്തെ ചുറ്റുപാടുകളും അവിടുത്തെ ചില ആദത്തുകളും ചില അവിടുത്തെ ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ടവർ ആ വിഷയങ്ങളിലൊക്കെ ഇമാം ഷാഫി തങ്ങൾ ഫത്വ നൽകിയിട്ടുമുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് നമ്മൾ നേരത്തെ പറഞ്ഞ അഹ്ലുൽ ഹദീസിൻ്റെയും അഹ്ലുർ റഈൻ്റെയും മദ്ഹബിൻ്റെ ഇടയിലാണെന്ന് പറയാം. മുഴുവനായും അഹ്ലുൽ ഹദീസ് അല്ല, മുഴുവനായും അഹ്ലുർ റഈ അല്ല, ഹനഫി മദ്ഹബിനെ പോലെ അഹ്ലുർ റഈയുമല്ല, അതിനിടയിലാണ് ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് എന്നാണ്. ഇമാം ഷാഫി തങ്ങളുടെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ കിതാബുൽ ഉമ്മ്, അതുപോലെ തന്നെ റിസാലയുണ്ട്. റിസാല, അതായത് ഉസൂൽ ഫിഖ്, കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ സംബന്ധിച്ച് ലോകത്ത് രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെ റിസാലയാണെന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബിൻ്റെ ഉസൂലുകളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണിത്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണ് ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് ലോകത്ത് പ്രചരിപ്പിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബാണ്.
എന്നാൽ നാലാമത്തെ മദ്ഹബുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ബിൻ ഹിലാൽ ഷൈബാനി എന്ന് പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബ് ബഗ്ദാദിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടിയത്. വലിയ ഭാഗം ഇൽമ് അന്വേഷിച്ചുകൊണ്ട് യാത്ര പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. മക്കയിൽ പോയിട്ടുണ്ട്, മദീനയിൽ പോയിട്ടുണ്ട്, ഫലസ്തീനിൽ പോയിട്ടുണ്ട്, ഡമസ്കസിൽ പോയിട്ടുണ്ട്, യമനിൽ പോയിട്ടുണ്ട്. അങ്ങനെ യാത്രകൾ കഴിഞ്ഞ് 50,000 കിലോമീറ്ററിലേറെ കാൽനടയായി തന്നെ ഇൽമു പഠിക്കാൻ യാത്ര ചെയ്ത പണ്ഡിതനാണ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനാണ്. ഹദീസ് വലിയ അവഗാഹമുള്ള ഹദീസ് പണ്ഡിതനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിലെ മുസ്നദ് എന്ന് പറയുന്ന 40,000 ഹദീസുകളുടെ സമാഹരണമുണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക്. മുസ്നദ് അഹ്മദ് എന്നറിയപ്പെടുന്ന അങ്ങനെ ഹദീസിൻ്റെ വഴിയിൽ ബഹുമാനപ്പെട്ടവർ സേവനം ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ടവർ കർമ്മശാസ്ത്ര പണ്ഡിതനും കൂടിയാണ്, ഫഖീഹും കൂടിയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബിൻ്റെ ചില അടിസ്ഥാനങ്ങൾ ഖുർആനും സുന്നത്തും, ഇത് കഴിഞ്ഞാൽ സ്വഹാബിമാരുടെ ഫത്വ ബഹുമാനപ്പെട്ട ഹംബലി ഇമാം ഒരുപാട് ഉദ്ധരിക്കും. അത് ഇജ്മാഇൻ്റെ സ്ഥാനത്തായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. സ്വഹാബിമാരുടെ ഫത്വകൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടാൽ ആരുടേതാണോ ഖുർആനോടോ സുന്നത്തിനോടോ യോജിച്ച് ചേർന്ന് നിൽക്കുന്നത് അവരുടെ അഭിപ്രായം സ്വീകരിക്കും. പിന്നെ ഖിയാസ് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട് നമുക്ക്. തത്തുല്യമായ ഒരു സംഭവം, ഒരേ വിഷയം, ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ദീനിൽ നമുക്ക് തെളിവ് കാണുന്നില്ല, പക്ഷെ അതിന് സമാനതയുള്ള വിഷയത്തിൽ തെളിവുണ്ടെങ്കിൽ ആ സമാനതയുള്ള വിഷയത്തിൻ്റെ നിയമം എന്താണോ അതിനെ നമ്മളിതിലേക്ക് എടുക്കും. ഇപ്പോൾ കള്ളു കുടിക്കൽ ഹറാമാണ്. അപ്പോൾ ഒരാൾ നാട്ടിൽ ചാരായത്തെ സംബന്ധിച്ച് ഫത്വ എന്താ, അത് ചാരായത്തെ സംബന്ധിച്ച് എന്താണെന്ന് കിട്ടില്ല, എന്നാൽ കള്ളിനെ കുറിച്ചുണ്ട്. അപ്പോൾ കള്ളിനെ കുറിച്ചുള്ള ആ ഫത്വ തന്നെയാണ് ഇതിനും വരുന്നത്. കാരണം രണ്ടിൻ്റെയും കാരണം ഒന്നാണ്. കള്ള് നിരോധിക്കപ്പെടാനുള്ള കാരണം ഇതിലുണ്ടോ എങ്കിൽ കള്ളിൻ്റെ നിയമം തന്നെയാണ് ചാരായത്തിനും എന്ന് ഉദാഹരണം പറയാം. അതിനാണ് ഖിയാസ് എന്ന് പറയാം. ബഹുമാനപ്പെട്ടവരുടെ ഫത്വകളൊക്കെ രേഖപ്പെടുത്തപ്പെടണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങളിൽ. അബൂബക്കർ ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മസ്അലകളൊക്കെ രേഖപ്പെടുത്തുകയും അൽ ജാമി എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിൽ അതൊക്കെ ക്രോഡീകരിക്കുകയും ചെയ്തു. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ ഇമാം മർദാവിയുടെ 12 വോള്യങ്ങളുള്ള ഇൻസാഫുണ്ട്, അൽ ഇൻസാഫ്. ഏതായിരുന്നാലും അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കൂടുതൽ ഹദീസിനെ ആസ്പദമാക്കി ഫത്വ കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബിൽ ഒരുപാട് ഖിലാഫ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. ഇമാം അഹ്മദ് എന്നവർക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്, ഇങ്ങനെയും അഭിപ്രായമുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവർക്ക് ഓരോ പ്രമാണങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഫത്വകളിൽ അവർ വരുത്തിയ മാറ്റങ്ങളാണ്. ഏതായിരുന്നാലും ഈ 4 മദ്ഹബുകൾ ആണ് നമ്മൾ ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവലംബിക്കുന്നത്. ഈ 4 മദ്ഹബാണ്. ആ മദ്ഹബ് അനുസരിച്ചേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ. കാരണം അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇന്ന് അള്ളാഹു ദീനിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷണത്തിന് അള്ളാഹു വെച്ച ഒരു വഴിയാണ് ഹദീസ് പണ്ഡിതന്മാരെ പോലെ തന്നെ ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാരും മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളും. നമ്മളിവിടെ കർമ്മശാസ്ത്ര നിയമങ്ങളും കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസ്സുകളുമാണ് നടക്കാൻ പോകുന്നത്. ഫിഖ്ഹിൽ ഇബാദാത്ത്, മുആമലാത്ത്, ജിനായാത്ത്, മുനാക്കഹാത്ത് എന്നൊക്കെ പറയുന്ന ഫിഖ്ഹിൻ്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിൽ ഇബാദത്തുകളിൽ ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച വരും. ആദ്യം ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിസ്കാരത്തിന് വുളു വേണം. വുളുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വെള്ളം. അതുകൊണ്ട് തന്നെ വെള്ളത്തെ സംബന്ധിച്ചാണ് ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ ആദ്യമായിട്ട് ചർച്ച വരിക. ത്വാഹിറായ വെള്ളവും തുഹൂറായ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ വെള്ളം കൊണ്ട് നമുക്ക് വുളു എടുക്കാൻ പറ്റും, ഏതൊക്കെ വെള്ളം കൊണ്ട് വുളു സ്വഹീഹാവുകയില്ല എന്ന് തുടങ്ങി എപ്പോഴാണ് വെള്ളം മുതനജ്ജിസാകുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തയമ്മം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്, സോക്സിൻ്റെ മീതെ നമുക്ക് തടവാൻ പറ്റുമോ ഇല്ലയോ, ഇങ്ങനെ തുടങ്ങിയുള്ള മസ്അലകൾ, വുളുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇബാദാത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം വുളുവിൻ്റെ വിഷയം വരിക. വുളുവിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ വെള്ളമാണ് ചർച്ചയായിട്ട് വരിക. കാരണം വുളു ശരിയാവണം. വുളു ശരിയാവണമെങ്കിൽ വുളു എടുക്കുന്ന വെള്ളം ശരിയാവണം. ഇത് രണ്ടും ശരിയായെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾക്കൊരു ഓർഡറുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചകളും ആ രീതിയിൽ തന്നെ നമ്മുടെ കർമ്മശാസ്ത്ര പ്രമാണ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്, ക്ലാസ്സുകൾ. ഇതൊക്കെ അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ. ഇത് പഠിക്കുന്ന പഠിതാക്കളായി നിങ്ങളെല്ലാവർക്കും ഇനിയും ആഴത്തിലും ഗൗരവത്തിലും വളരെ വിശദമായും കർമ്മശാസ്ത്രം പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഈ സംരംഭം ഇത്തരം ഒരു അവസരമൊരുക്കിയ നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾക്ക് ഉസ്താദുമാർക്ക് അള്ളാഹു ഖൈർ ചെയ്യട്ടെ എന്ന്